അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, നമ്മളിപ്പോൾ കൂടുതൽ സമയം ഇരിക്കുന്ന ആരുടെ കൂടെയാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ പങ്കുവെക്കുന്നത് എൻ്റെ സന്തോഷങ്ങൾ, ദുഃഖങ്ങൾ, എൻ്റെ വേദനകൾ എല്ലാം പങ്കുവെക്കുന്ന ഒരാളുണ്ട് എനിക്ക്. അതാരാണെന്നല്ലേ? യെസ്, ഞാൻ പറയാം. ശരിക്കും ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ശരിക്കും ഞാൻ വിശ്വസിക്കുന്ന, എന്നെ ഞാനാക്കുന്ന ഒരാളുണ്ട് എനിക്ക്. ആളോട് തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയാളാണ് എന്നെ ഞാനാക്കുന്നത്, എൻ്റെ പോരായ്മകൾ മനസ്സിലാക്കി തരുന്നത്, എൻ്റെ സന്തോഷങ്ങൾ, എൻ്റെ ഓരോ ഫീലിങ്സ്, എൻ്റെ ഓരോ വികാരങ്ങളും എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാക്കി അത് തിരുത്താൻ അവസരം തരുന്ന ഒരാൾ. ഇനി അതാരാണെന്നല്ലേ? യെസ്, നീ തന്നെ. വിശ്വാസം വരുന്നില്ലേ? ശരിക്കും നീ തന്നെയാണ്. അതായത് എൻ്റെ മൊബൈൽ ക്യാമറ. ഞെട്ടി ഇല്ലേ? ശരിക്കും നമ്മുടെ മൊബൈൽ ക്യാമറയ്ക്ക് നമ്മളെ മാറ്റാൻ കഴിയും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, ഒരു മൊബൈൽ ക്യാമറയ്ക്ക് തീർച്ചയായിട്ടും നമ്മളെ മാറ്റാൻ കഴിയും. നമ്മൾ ദിവസവും കൊണ്ടു നടക്കുന്ന അതേന്നെ ഈ മൊബൈൽ ക്യാമറ തന്നെ. നമ്മൾ ഏത് ഫീലിങ്സ്, സന്തോഷമാണെങ്കിൽ ആ സന്തോഷത്തോടു കൂടി നമ്മൾ സംസാരിക്കുക. നമ്മുടെ ക്യാമറ തുറന്നു വെച്ച് നമ്മുടെ ക്യാമറയോട് സംസാരിക്കുക. ഇന്ന് എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അപ്പോഴും ഞാൻ എന്ത് ചെയ്യും? വീട്ടിൽ വന്നു കഴിയുമ്പോൾ എൻ്റെ ക്യാമറ ഓൺ ചെയ്തിട്ട് ആ ക്യാമറയോട് ഞാൻ എൻ്റെ സങ്കടങ്ങൾ അങ്ങ് പറയും. വേദന വന്നാൽ അതും ഞാൻ എൻ്റെ ക്യാമറയെ ഓൺ ചെയ്തിട്ട് ആ വേദന ക്യാമറയുടെ മുന്നിൽ പ്രകടിപ്പിക്കും. അങ്ങനെ സന്തോഷം വന്നാലും ശരി, ദുഃഖം വന്നാലും ശരി, ഓരോ രൂപത്തിലും ഭാവത്തിലും ഞാൻ എൻ്റെ രൂപം എൻ്റെ ക്യാമറയിലൂടെ സ്വയം കാണുന്നു. അതിൽ നിന്ന് ചിരിക്കുമ്പോഴുള്ള, സന്തോഷിക്കുമ്പോഴുള്ള എൻ്റെ വികാരം, എൻ്റെ മാനസിക ഫീലിങ്സ്, എൻ്റെ മുഖം ഞാൻ മനസ്സിലാക്കുന്നു. ദുഃഖമുള്ളപ്പോൾ എൻ്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. സങ്കടമുള്ളപ്പോൾ നമ്മൾ ഒരാളോട് കാര്യം പറയണമെന്ന് വെച്ചോ, അവരോട് ചിലപ്പോൾ നമുക്ക് നേരിട്ട് പറയാൻ പറ്റില്ലായിരിക്കാം. ഓൺ ചെയ്ത് കണ്ട് ആ ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ പഠിക്കൂ. നമുക്ക് കിട്ടുന്ന ഫീലിങ്സ് അത് തിരിച്ച് നമ്മൾ ഓൺ ചെയ്ത് നമ്മൾ എന്താ പറഞ്ഞെന്ന് നമ്മൾ കേൾക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കും, അയ്യോ ഞാനിത് പറയേണ്ടതായിരുന്നോ, അല്ലെങ്കിൽ പറയേണ്ടതാണോ. അങ്ങനെ രണ്ടാമത് കേൾക്കുന്ന സമയത്ത് അത് പറയേണ്ടതാണ് എന്ന് തോന്നിയാൽ നെക്സ്റ്റ് ഡേ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ സന്തോഷിക്കുമ്പോൾ എൻ്റെ ആ ഫീലിങ്സ്, അതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ എനിക്ക് തിരുത്താൻ കഴിയും. വേറൊരാൾ പറയാതെ എനിക്ക് തിരുത്താൻ കഴിയും. ദുഃഖം വരുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ ഞാൻ സ്വയം എൻ്റെ ക്യാമറ കണ്ണിലൂടെ നോക്കുമ്പോൾ എനിക്കത്, എൻ്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ മുഖം എങ്ങനെയാണ്, ആ സമയത്ത് ഞാൻ അനുഭവിക്കുന്ന വിഷമം എന്താണ്, അതെനിക്ക് എന്നിലൂടെ എനിക്ക് കാണാൻ സാധിക്കുന്നു. ചിരിയായാലും ദുഃഖമായാലും എല്ലാം എന്നെ ഞാനാക്കി എന്നിലൂടെ എന്നെ കാണാൻ എന്നെ സഹായിക്കുന്നത് തീർച്ചയായിട്ടും നീയല്ലേ. ആ ക്യാമറയെ ഞാൻ എൻ്റെ ഫ്രണ്ടാക്കിയാൽ എന്താണ് കുഴപ്പം? ഞാൻ വിശ്വസിച്ചാൽ എന്താണ് കുഴപ്പം? കാരണം എന്നെ തിരുത്താൻ മറ്റാരേക്കാൾ നിനക്ക് കഴിയും. കാരണം എന്നെ തന്നെ ശരിക്കും ഒപ്പിയെടുക്കുന്നത് നീയല്ലേ. എൻ്റെ എല്ലാ ഭാവങ്ങളും അതേപടി ഒപ്പിയെടുക്കാൻ കഴിവുള്ള ഒരാൾ നീയല്ലേ. ആ നിന്നെ നോക്കി എൻ്റെ തെറ്റുകൾ എനിക്ക് തിരുത്താൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെറുതായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ആരും കാണണമെന്നില്ല, പക്ഷേ അതിൻ്റെ റിസൾട്ട് വളരെ വലുതായിരിക്കും. കാരണം നമ്മൾ ചിരിക്കുന്ന സെൽഫി മുഖങ്ങൾ മാത്രമല്ല നമ്മൾ കാണേണ്ടത്. നമ്മൾ കരയുന്ന, നമ്മൾ ദേഷ്യപ്പെടുന്ന, നമ്മൾ സങ്കടപ്പെടുന്ന, ഒരാളെ ഉപദേശിക്കുന്ന എല്ലാ ഫീലിങ്സും നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് രൂപത്തിൽ അത് എടുത്ത് അത് നമ്മൾ സ്വയം നമ്മളെ കാണണം. ഇതിൽ ഏത് ഭാവമാണ് നമുക്ക് നന്നായി ചേരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അത് സഹായിക്കും.